മക്കളെ ഫാദി സാറാണേ. ഈ പ്രാവശ്യം സാറിന് ഏറ്റവും കൂടുതൽ എല്ലാ മക്കളും തലങ്ങിനും വിലങ്ങിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇതാ പ്രത്യേകിച്ച് എന്ത് ചെയ്യണ്ട, ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് എന്ത് ചെയ്യണ്ട, 6ാം ക്ലാസ്സിലെ ആളുകൾക്ക് എന്ത് ചെയ്യണ്ട, പറഞ്ഞു തരണ്ട. എന്താടാ, ഭിന്നസംഖ്യകളെ ചെറിയ രൂപത്തിൽ ആക്കുക, ഫ്രാക്ഷൻസിന് എന്ത് ചെയ്യുക, നമ്മൾ ആ സിംപ്ലസ്റ്റ് ഫോമിക്ക് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. എൻ്റെ സാറേ, ആ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും സാറ് പറഞ്ഞ ഐഡിയാസ് ഒക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ്. ഇതാ സാറിനോട് ഇപ്പം തന്നെ സാറിന് ഒരുപാട് ഡൗട്ടുകൾ വന്നു. അതുകൊണ്ടാണ് സാർ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാപ്റ്ററിൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, സർക്കിൾ ഇങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ അല്ലേ, ഈ കോൺ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ്, ഇതാ ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ചെറുതാക്കാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ, അവിടെയൊക്കെ എൻ്റെ മക്കൾക്ക് ഇതാ എന്താണ് അവരെന്നോട് പറയുന്നത്, സർ ഈ ഐഡിയകളൊക്കെ മനസ്സിലാവുണ്ടെങ്കിലും ഇതുകൊണ്ട് ചെയ്യാൻ കിട്ടണില്ല എന്നാണ് പറയുന്നത്. സർ എന്ത് ചെയ്യുക, സെറ്റാക്കി തരാം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിക്കോ. പിന്നെ സർ പറയാനുള്ള വേറെ കാര്യം എന്താ അറിയോ, ആദ്യമായിട്ട് ഈ സാധനം കാണുന്ന ആളുകളാണെങ്കിൽ ഇത് കാണണ്ട, നേരെ എവിടെ പോവുക, ലൈവിൽ പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വൺ ഷോട്ട് ഉണ്ടാവും അവിടെ പോവുക. ആ സാധനം ക്വസ്റ്റ്യൻസ് എന്താണ് കണ്ടതിന് ശേഷം മക്കൾ എന്ത് വരിക, അങ്ങോട്ട് വരിക. ഈ സ്കൂളിൽ എടുത്ത ആളുകളാണെങ്കിൽ ഓക്കെ, അവിടെ ചില ആളുകൾക്ക് എന്തുണ്ടാവും, മനസ്സിലാവാത്തതുണ്ടാവും. അങ്ങനെയാണെങ്കിലും ഈ വീഡിയോ കാണാൻ പ്രശ്നമല്ല. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യനൊക്കെ കാണണമെങ്കിൽ കാര്യമില്ല, എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ നേരെ എന്ത് ചെയ്യുക, വൺ ഷോട്ടിലും ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ആ സാധനങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വരിക. ഓക്കെ, ആപ്പിലെ കുട്ടികൾക്കാണ് പിന്നെ വിഷയം ഉണ്ടാവില്ല, അവരെല്ലാ സാധനങ്ങളും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഫുൾ ക്ലാസ്സുകൾ അവർക്ക് ഇതായിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആപ്പിലുള്ളവർക്ക് വിഷയമല്ല, ബാക്കിയുള്ള ആളുകൾ എന്താ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. ഇതുപോലെ 10/12 ഓക്കെ 10/2 ഇത് നിങ്ങൾക്ക് തരികയാണെങ്കിൽ സർ എങ്ങനെയാണ് ഞാനിത് ചെറുതാക്കേണ്ടത് അല്ലേ? സർ പല രീതിയിൽ എന്ത് ചെയ്തു അല്ലേ, അത് ചെയ്തു. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഈ നമ്പർ കൊണ്ടാണ് അതിനെ ഹരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ നമ്പർ കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. സാർ എങ്ങനെയാണ് സാർ എങ്ങനെയല്ല സർ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നോക്കിക്കോളാം, സാർ പറഞ്ഞുതരാം. നോക്ക്, നിങ്ങൾ എടുക്കേണ്ട നമ്പറുകൾ ഓക്കെ 2, 2, 3, 5, 7, 11, 13. ഓക്കെ, ഇവിടെ നമ്പർ നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോകണ്ട കേട്ടോ. ഓക്കെ, 2, 3, 5, 7, 11, 13. എൻ്റെ സർ ഇവരൊക്കെ ആരാ അല്ലേ? പല കുട്ടികളും ചോദിക്കുന്നുണ്ടാവും, സാർ ആര് 2, 3, 5, 7, 11 ഇവരൊക്കെ എന്തിനാ സാർ ഇപ്പോൾ ഇവിടെ എഴുതിയത്? എടാ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ഇതുപോലെ 10/12 ഇതുപോലെ 15/18 അതുപോലെ 35/45 ഏത് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിലും ആദ്യം എന്ത് നോക്കാൻ പറ്റുമോ അറിയാം, അവിടെ നമ്മുടെ മുകളിൽ ആളുണ്ടല്ലോ, 10ഉം 12 ഉണ്ടല്ലോ, അംശവും ഛേദവും ഉണ്ടല്ലോ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടല്ലോ. ഓക്കെ, അവരെ പരസ്പരം ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കണം. ഓക്കെ, ആ സംഖ്യകൾ ഇതാ എൻ്റെ മക്കൾ ഇതാ 2, 3, 5, 7, 11, 13. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടി എന്താ ചെയ്യേണ്ടത്, ഇതാ ഇവിടെ 10ഉം 12ഉം ഉണ്ട്. 10നെയും 12നെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റൂലെങ്കിൽ ഇതാ അടുത്ത ആളെടുത്ത് പോവുക. ഓക്കെ, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റൂലെങ്കിൽ ഇതാ അടുത്ത ആളെടുത്ത് പോവുക. 5 കൊണ്ട് പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിർത്തുക. പിന്നെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, തുടർന്ന് അങ്ങനെ പോവുക. അപ്പോൾ സർ നമ്മൾ 4 കൊണ്ട് ഹരിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ 6 കൊണ്ടൊക്കെ ഹരിക്കാറില്ല, അങ്ങോട്ടൊക്കെ സർ വരാം. സർ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഏത് ക്വസ്റ്റ്യനൊക്കെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇതുവഴി ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, പാർട്ട് 2 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പം സർ ഏറ്റവും ബേസിക് ഐഡിയാസ് ആണ്, ഈ ഐഡിയ പഠിച്ച എൻ്റെ മക്കൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? സർ ക്വസ്റ്റ്യൻ പറയട്ടെ, നോക്കിക്കോട്ടോ. 10/12 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചെറുതാക്കാൻ പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ ആദ്യം നോക്കേണ്ട സംഖ്യത ഈ ഒരു കൂട്ടത്തിൽ 2, 3, 5, 7, 11, 13, 11, 13 ഒന്നും അത്രക്ക് വരൂല, ഏറിപ്പോയാൽ 7 വരെ വരുള്ളൂ. എന്നാലും വെറുതെ പഠിച്ചു വെച്ചോ. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. അംശത്തെയും ഛേദത്തെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. അത് സർ എങ്ങനെയാണ് മനസ്സിലാക്കുക? എങ്ങനെയാണ് സർ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്റർ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ മനസ്സിലാക്കുക? മക്കളെ, ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ അറിയണ്ടേ? ഒറ്റ സംഖ്യ എന്താ, ഇരട്ട സംഖ്യ എന്താ അറിഞ്ഞൂടെ? എന്താ ഒറ്റ സംഖ്യകൾ അല്ലേ? 1, 3, 5, 7 അവരാണ് ഒറ്റ സംഖ്യകൾ. എന്താണ് ഇരട്ട സംഖ്യകൾ? 2, 4, 6, 8 അവരാണ് ഇരട്ട സംഖ്യകൾ. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും കണ്ടാൽ മനസ്സിലാവൂലേ? 10 ഇരട്ട സംഖ്യ അല്ലേ, 12 ഇരട്ട സംഖ്യ അല്ലേ? ഇരട്ട സംഖ്യകളാണെങ്കിൽ എഴുതി വെച്ചോ. ഇതാ സർ പറയുമ്പോൾ ഷോർട്ട് നോട്ട് എഴുതി വെച്ചോട്ടോ. എൻ്റെ മക്കൾക്ക് ഇതാ എപ്പോഴും ഒരു ബുക്കില്ല നല്ലതാണ്, ഒരു എക്സ്ട്രാ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാത്സ് നോട്ടിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ നോട്ട്ബുക്ക് വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. സർ ഇതുപോലത്തെ പോയിന്റ്സ് പറയുമ്പോൾ ഓക്കെ, പ്രത്യേകിച്ച് ബേസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, മാത്സിന്റെ ബേസ് ആണ്.
അപ്പോൾ ബേസിനായിട്ട് ഒരു ചെറിയ ഒരു 10 രൂപയുടെ നോട്ടൊക്കെ വാങ്ങി വെക്കണത് വളരെ നന്നാവും. അതിൽ എഴുതി വെച്ചോ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശത്തിലും ഛേദത്തിലും രണ്ടും ഇരട്ട സംഖ്യകളാണെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്യാം, 2 കൊണ്ട് ഹരിക്കാം. ഓക്കെ, വി ക്യാൻ ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇഫ് ദേ ആർ ഈവൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് എന്ന് പറഞ്ഞോ, എന്തുകൊണ്ട് 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈവൻ ആണെങ്കിൽ നമുക്ക് ദാ ഈ ഒരു ഫ്രാക്ഷനെ, ഈ ഒരു ഭിന്നസംഖ്യയെ നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാം മക്കളെ, ഹരിക്കാം. കിട്ടിയോ? ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അല്ലെ, നമ്മൾ എന്ത് ചെയ്തു, 2, 3, 5 ആയ ഈ കൂട്ടങ്ങളുണ്ട്. അപ്പൊ ഫസ്റ്റ് സേർ എന്ത് ചെയ്തു അല്ലെ, ഈ 2 എടുത്തു. എന്നിട്ട് സേർ എന്ത് ചെയ്യാണ്, ഈ ഒരു ക്വസ്റ്റിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുകയാണ്. അംശത്തിലും ഛേദത്തിലും ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോഴോ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ സേർ എന്ത് ചെയ്യുന്നു അല്ലെ, 10 മക്കളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ, ഓക്കെ, 10 മക്കളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എത്ര വരും? 10 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എത്ര വരും അല്ലെ? 10 2 കൊണ്ട് ഹരിക്കുമ്പോൾ മക്കളെ ഉത്തരം എത്ര വരും? 5 വരും. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ 12 2 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെ എത്ര ഉത്തരം വരും? 6 വരും അല്ലെ? സോ 10 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എന്താ? 5 വരും. അതുപോലെ തന്നെ 12 2 കൊണ്ട് ഹരിക്കുമ്പോൾ മക്കളെ ഉത്തരം എത്ര വരും? 6 എന്ന് വരും. 5/6. ഇങ്ങനെയാണ് ഇതിനെ ചെറുതാക്കുന്നത്. കിട്ടിയോ? ഒന്നാമത്തെ ആള് കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് ആക്കി സാർ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോഴും സാർ പറയാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ആ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടുവരിക കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ. രണ്ടാമത് എന്ത് ചെയ്തു, 15/18 എന്നൊരു ക്വസ്റ്റ്യൻ തന്നു. എന്താ തന്നെ? 15/18 എന്നൊരു ക്വസ്റ്റ്യൻ തന്നു. മക്കളെ ഇതെങ്ങനെ ചെയ്യാം? സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആദ്യം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. ചെറുതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. മക്കളെ 15/18 ആണ്. 15 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 15 ഒറ്റ സംഖ്യയാണ്. എഴുതി വെച്ചോ, പോയിന്റ് ആക്കി എഴുതി വെച്ചോ, അറിയാത്ത ആളുകൾ എഴുതി വെച്ചോ. ഒറ്റ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. റെഡി? പക്ഷെ ഇവിടെ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ 18 ആണ്. 2 കൊണ്ട് ഹരിക്കാം. പക്ഷെ കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം, അംശത്തിലും ഛേദത്തിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് എന്ത് ചെയ്യണം, ഒരുപോലെ എന്ത് ചെയ്യണം അല്ലെ, ഒരുപോലെ കോമൺ ആയിട്ട്, ഓക്കെ, പൊതുവായിട്ടുള്ള നമ്പർ കൊണ്ട് എന്ത് ചെയ്യാം, ഹരിക്കണം. ഓക്കെ, ഇപ്പോൾ ന്യൂമറേറ്ററിൽ 15 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. പിന്നെ ഡിനോമിനേറ്റർ നോക്കാൻ പോകണ്ട. ഓക്കെ, അപ്പൊ 2 പറ്റൂല. 2 കഴിഞ്ഞാൽ പിന്നെ ആരാ മക്കളല്ലേ, 3. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് സേർ നെക്സ്റ്റ് നോക്കാൻ പോവാണ്. 2 കൊണ്ട് ഹരിക്കാൻ പറ്റിയില്ല. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുകയാണ്. എടാ 15 3 കൊണ്ട് ഹരിക്കുമ്പോൾ, ഓക്കെ, 15 3 കൊണ്ട് ഹരിക്കുമ്പോൾ മക്കളെ എത്ര കിട്ടൂടാ? 5 എന്ന് കിട്ടും. ഓക്കെ, 5 3 15. ഓക്കെ, 15 3 കൊണ്ട് ഹരിക്കും മക്കളെ എത്ര കിട്ടൂടാ? 5 എന്ന് കിട്ടും. അതുപോലെ തന്നെ 18 3 കൊണ്ട് ഹരിക്കുമ്പോൾ, ഓക്കെ, 18 3 കൊണ്ട് ഹരിക്കും മക്കളെ എത്ര കിട്ടൂടാ? 6 എന്ന് കിട്ടും കേട്ടോ. എത്ര കിട്ടൂടാ? 6 12 18 ശിഷ്ടം 0 അല്ലെ? കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, 2നെയും 3 കൊണ്ട് 2നെയും മീൻസ് 15 18 ആ 2 ആളുകളെ എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, 3 കൊണ്ട് ഹരിക്കാം. ഉത്തരം എത്ര വരൂടാ അല്ലെ? 5/6. 5/6 ഇങ്ങനെയാണ് എന്ത് വരിക, ഇതിന് ഉത്തരം വരിക. ഓക്കെ, ഇനി സർ ഷോർട്ട് കട്ട് പറഞ്ഞു തരട്ടെ അല്ലെ? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 10/12 അല്ലെ 2 കൊണ്ട് ഹരിക്കാൻ എങ്ങനെ മനസ്സിലാക്കിയത്? ഇരട്ട സംഖ്യ ആയതുകൊണ്ട് മനസ്സിലാക്കി. ഇനി ഇവിടെയും എന്തുണ്ട് മക്കളെ, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എഴുതി വെച്ചോ. ഷോർട്ട് കട്ടാണ്. എടാ 15 16 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ നോക്കാം? 2 കൊണ്ട് ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു അല്ലെ? ഇരട്ട സംഖ്യയാണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാന്ന് പഠിച്ചു. ഇനി ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എങ്ങനെ നോക്കാം? ഓക്കെ, ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എങ്ങനെ നോക്കാം? ഫോർ എക്സാമ്പിൾ 15 എടുത്തു എന്ന് വിചാരിച്ചോ. 15 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എങ്ങനെ നോക്കുക അറിയോ? 15 അക്കങ്ങൾ കൂട്ടി നോക്കുക. 15 ഡിജിറ്റ്സ് കൂട്ടി നോക്കുക. ഓക്കെ, ആരൊക്കെയാ 15 ഡിജിറ്റ്സ്? 1 5. ഓക്കെ, 1 5 കൂട്ടിയാൽ ഉത്തരം 6 വരും. 1 5 കൂട്ടിയാൽ ഉത്തരം 6 വരും. 6 മക്കളെ 3ന്റെ ഒരു ഗുണിതല്ലേ, 3ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 6. അങ്ങനെയാണെങ്കിൽ 15 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ കറക്റ്റ് ഉത്തരം കിട്ടും. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ 18 നോക്കിക്കോട്ടോ. 18 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ അക്കങ്ങൾ നോക്കുക. 1 8 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ ഡിജിറ്റ്സ് 1 8 എന്ത് ചെയ്യുക, ഇങ്ങനെ ആഡ് ചെയ്യുക. ഓക്കെ, 1 + 8 ചെയ്യുക അല്ലെ? 1 × 8 ചെയ്താൽ എത്ര കിട്ടൂടാ?
9 കിട്ടും. മക്കളെ 9 3ന്റെ ഗുണിതല്ലേ, 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ 9. അങ്ങനെയാണെങ്കിൽ 18നെ എന്ത് പറ്റും, 18 നമുക്ക് 18നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 18നെ എന്ത് പറ്റൂടാ, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. സർ ഇത് ഏത് സംഖ്യക്കും പറ്റുമോ? ഏത് സംഖ്യക്കും പറ്റും, ഏത് സംഖ്യക്കും. സർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 102നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? സർ ഇത് വലിയ സംഖ്യയല്ലേ, കുറച്ചൊക്കെ വലിയ സംഖ്യയല്ലേ, നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. അത് അത്രയ്ക്ക് വലുത് നമ്മൾ ചെയ്ത് നോക്കണ്ടേ? എടാ ചെയ്ത് നോക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിന്റെ അക്കങ്ങൾ ആരൊക്കെയാ? 1, പിന്നെ ആരാടാ 0, പിന്നെ ആരാ 2, 3 കൂട്ടുക, 1 0 1. ഓക്കെ, 1 2 എത്ര വരുടാ? 3 എന്ന് വരും. 3 3ന്റെ ഗുണിതല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളെ 102നെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് 3 കൊണ്ട് ഹരിക്കാം. കിട്ടിയോ? ഷോർട്ട് കട്ട് കിട്ടിയോ? മക്കളെ കേൾക്കുമ്പോൾ കുറേ ഉണ്ടെങ്കിലും കൺഫ്യൂഷൻ ആവാൻ തോന്നുകയാണെങ്കിലും എൻ്റെ മക്കൾ ഈ ടെക്നിക്സ് വെച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആവും. റെഡി? ഇത് പ്രത്യേകിച്ച് 6ാം ക്ലാസ്സുകാർ പ്രത്യേകിച്ച് നോക്കേണ്ട ടോപ്പിക്കാണ് കേട്ടോ. 6ാം ക്ലാസ്സിൽ പ്രത്യേകിച്ച് നോക്കേണ്ട ടോപ്പിക്കാണ് കേട്ടോ ഇത്. ഓക്കെ, സോ എത്രയാടാ 3 കിട്ടി. അപ്പം എന്ത് ചെയ്യും? 3 കൊണ്ടായിരിക്കാൻ പറ്റും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി ലാസ്റ്റ് സാർ എന്ത് ചെയ്യുക? 5ന്റെ കൂടി പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊരു സംഖ്യ കിട്ടുകയാണെങ്കിൽ 2 അല്ലേ, 2 കൊണ്ട് ആ സംഖ്യ ഹരിക്കാൻ പറ്റുമോ ഇല്ല, എങ്ങനെ നമ്മൾ പിടിച്ചു അല്ലേ? എങ്ങനെ കണ്ടുപിടിച്ച്? ഈവൻ നമ്പർ ആണെങ്കിൽ, ഓക്കെ, ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അല്ലേ, നമുക്ക് അതിനെ ഹരിക്കാൻ പറ്റും. 3ന്റെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. എങ്ങനെ? അക്കങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. ഇനി നമുക്ക് 5 ഉള്ളത്. ഓക്കെ, സാർ എവിടെ 4 എവിടെ പോയി? അതിന്റെ ഉത്തരം സാർ പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, അതിന്റെ ഉത്തരം എന്ത് ചെയ്യുക? സാർ എന്ത് ചെയ്യുക? അതിന്റെ പാർട്ട് 2 എന്ത് ചെയ്യടാ? പാർട്ട് 2 ഒക്കെ ആയിട്ട് പറഞ്ഞു തരാം. കൈയാണെങ്കിൽ ഈ വീഡിയോന്റെ അവസാനം തന്നെ പറഞ്ഞു തരാം. ഓക്കെ, 5. ഓക്കെ, ഈ വീഡിയോ കുറച്ച് വലുതായി കറക്റ്റാ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്വാൻസ് ലെവലിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ യൂട്യൂബിൽ എന്തായാലും പാർട്ട് 1 എന്തായാലും യൂട്യൂബിൽ ഉണ്ടാവും. ബാക്കി സാർ പറയാം. ഓക്കെ, 5. ഓക്കെ, 5 2 3 5. ഇനി ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലേ നോക്കുക. അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തന്നു. ക്വസ്റ്റ്യൻ 35/45. 35/45. മക്കളെ 35 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. അതിന് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അടുത്ത സംഖ്യ ഏതാ? 2 കഴിഞ്ഞ് നമ്മൾ ഏതാ നോക്കണേ? 3 നോക്കണേ. ഓക്കെ, 35നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 35നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 35നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി 3 + 5 3 + 5 ചെയ്ത് നോക്കുക. എത്രടാ? 8 ആണ്. 8 3ന്റെ എന്തല്ല? ഗുണിതം അല്ല. 8 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ 35നെ 3 കൊണ്ട് കറക്റ്റ് ആയിട്ട് ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റൂല. സംശയം ഉണ്ടെ ചെയ്ത് നോക്ക്. പറ്റൂല. ഷോർട്ട് കട്ടാ പറയണേ, പറ്റൂല. സംശയം ഉണ്ടെ ചെയ്ത് നോക്കോ. എന്നിട്ട് ഈ വീഡിയോ കമന്റ് ചെയ്യും. റെഡി? നെക്സ്റ്റ് മക്കളേതാ? 2 ആയി, 3 ആയി. ഇനി ആരാ മക്കളെ? ഇനി 5. 5ന്റെ ഷോർട്ട് കട്ട് ഉണ്ടല്ലോ. ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് എങ്ങനെ നോക്കാമില്ല? ഷോർട്ട് കട്ട് ഉണ്ടല്ലോ. ഭയങ്കര സിമ്പിൾ ആണ്. എഴുതി വെച്ചോ. ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. സാർ പറഞ്ഞ നോട്ടിൽ എഴുതി വെച്ചോ. ഒരു നമ്പറിനെ, ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എങ്ങനെ നോക്കുക എന്നറിയോ? അതിന്റെ അവസാനത്തെ സംഖ്യ നോക്കുക. ഓക്കെ, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. എടാ സാർ കുറച്ച് എക്സാമ്പിൾ എഴുതി തരാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ എഴുതി തരാം. 2 1 0 3 5 1 0 7 6 1 8 5 7 3 1 0. ഇനി 15 ഒരു 70 അല്ലെങ്കിൽ 75 80 83. എത്ര വലിയ സംഖ്യ ആണെങ്കിലും ഈസി ആയിട്ട് കാണാം. ഇനി സാർ ഇവിടെ വലിയൊരു സംഖ്യ എഴുതി തരാം കേട്ടാ. സാർ അത്ര വലിയ സംഖ്യ കാണാൻ പറ്റുമോ? എത്ര വലിയ സംഖ്യ ആണെങ്കിലും പുഷ്പം പോലെ എൻ്റെ മക്കൾ കാണും. സാർ പറഞ്ഞുതരാം, നോക്കിക്കോ. ഏത് വലിയ സംഖ്യ ആണെങ്കിലും എൻ്റെ മക്കൾ നോക്കണ്ട് ലാസ്റ്റ് ഡിജിറ്റിലോട്ടാ, അവസാന അക്കത്തിലോട്ടാ. മക്കളെ പറഞ്ഞോടാ, എല്ലാത്തിന്റെ അവസാന അക്കത്തിൽ ആരാ അല്ലെ? ഇതിന്റെ അവസാനക്ക 5 ആണ്, ഇതിന്റെ അവസാനക്ക 5 ആണ്, ഇതിന്റെ അവസാനക്ക 0 ആണ്, ഇതിന്റെ അവസാനക്ക 3 ആണ്, ഇവിടെ 3 ആണ്, 7 ആണ്, 5 ആണ്, 0 ആണ്, 5 ആണ്. കിട്ടിയോ? സെറ്റാണോ? അത് സെറ്റാണോ? ഇനി എഴുതി വെച്ചോ. അവസാനക്കം ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആണെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആണെങ്കിൽ
ആ നമ്പറിനെ, ആ സംഖ്യയെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിക്കാം. ഓക്കെ, എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ആ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാം. ഇനി ക്വസ്റ്റ്യനിലോട്ട് വാ, പറഞ്ഞോടാ. ഇതിന്റെ അവസാന സംഖ്യ എന്താ? 5 ആണ്. ഓക്കെ, ഇതിന്റെയും അവസാന സംഖ്യ മക്കൾ എന്താണ്? 5 ആണ്. രണ്ടിന്റെയും അവസാന സംഖ്യ എന്താണ്? 5 ആണ്. രണ്ടിന്റെയും അവസാനത്തെ സംഖ്യ 5 ആണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അല്ലേ? അപ്പൊ മനസ്സിലാക്കണം എന്താണ്? അതിനെ 5 കൊണ്ട് ഹരിക്കാം. ഒന്നും നോക്കണ്ട, അതാ ക്വസ്റ്റ്യൻ എടുക്കുക. അതാ ക്വസ്റ്റ്യൻ എടുക്കുന്നു. എൻ്റെ മക്കൾ എന്ത് ചെയ്യാ? ഇതുപോലെ 35 ഹരിക്കണം 5. എത്ര വരൂടാ? 5 6 7 വരും അല്ലെ? 7 5 35 ശിഷ്ടം എത്ര വരൂടാ അല്ലെ? 0 വരും. ഓക്കെ, എത്ര വരൂടാ അല്ലെ? ഉത്തരം 7 വരും. മുകളിൽ 7 വരും. ഇനി അടിയിൽ 45 അല്ലെ? 45 ഹരിക്കണം 5. എത്ര വരൂടാ അല്ലെ? 9 എണ്ണം വരും അല്ലെ? 9 എണ്ണം വരും. 9 5 45. ഉത്തരം എത്ര വരൂടാ അല്ലെ? 7/9. 7/9. അങ്ങനെയാണ് അത് ചെറുതാക്കുക. കിട്ടിയോ? ഇത്രയും ബേസിക് ഐഡിയാസ് കിട്ടിയോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ് നോയിക്കോ. ദാ ആരൊക്കെയാ പറഞ്ഞിടാ അല്ലെ? ഒരു സംഖ്യയെ അല്ലെങ്കിൽ ഒരു ഭിന്ന സംഖ്യയെ, ഒരു ഫ്രാക്ഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഏതൊക്കെ സംഖ്യകൾ കൊണ്ടാണ് നോക്കണ്ടേ? 2 3 5 7 11 13. ഓക്കെ, ഈ ക്രമത്തിലാണ്, ഈ ഓർഡറിലാണ് അവരെ അംശവും ഛേദവും ഒരുപോലെ കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണ്ട്. എന്തുകൊണ്ട് 4 വരുന്നില്ല, 6 വരുന്നില്ല? കാര്യം എന്ത് ചെയ്യാ? സർ പാർട്ട് 2 പറയാം. റെഡി ആണല്ലോ? 2 3 5. ഇനി 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ സർ? എങ്ങനെയാ നോക്കുക? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അംശവും ഛേദവും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് സർ എങ്ങനെയാ നോക്കുക? അവരുടെ അക്കങ്ങൾ കൂട്ടി നോക്കുക. അവരുടെ അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ 3ന്റെ ഗുണിതങ്ങളാണെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അവരെ ഹരിക്കാൻ പറ്റും. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, ഇനി 5 ആണെങ്കിലോ മക്കളെ? അവസാനത്തെ ഡിജിറ്റ്, ലാസ്റ്റ് സംഖ്യ അല്ലെ? ലാസ്റ്റ് സംഖ്യ 0 5 ആണെങ്കിൽ അവരെന്ത് ചെയ്യും? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇത്രയും മക്കളെ വളരെ ബേസിക് ആണ്. എൻ്റെ മക്കൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ഓക്കെ, ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പല രീതിയിലുള്ള ഹരണം ഉണ്ട്. ഓക്കെ, എങ്ങനെ പെട്ടെന്ന് ഹരിക്കുക അല്ലെ? അതുപോലെ തന്നെ അല്ലെ ഒരുപാട് സംശയങ്ങൾ. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ആദ്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ ബേസ് പഠിച്ചു വെക്കുക. ഇതിനപ്പുറമുള്ള പ്രോബ്ലംസ് മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട് 2 3 ഒക്കെ ആയിട്ട് ചെയ്യാം. റെഡി ആണല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ചെയ്യുക? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ സാധനം എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, 6ാം ക്ലാസ്സുകാർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വളരെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? വളരെ അധികം മനസ്സിലായിട്ടുണ്ടാവും മക്കളെ. സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ബേസിക് ക്ലാസ് സർ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യരുത്. ഇത് പഠിച്ചു വെക്കുക. പഠിച്ച് ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ? അടുത്ത പ്രോബ്ലംസ് ചെയ്യും. ഇതിന്റെ അടുത്ത പ്രോബ്ലംസ് ചെയ്യും മക്കളെ. വലിയ ക്ലാസ്സിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആവും. ഈ പറഞ്ഞത്രയൊന്നും വലുപ്പമില്ല. ഓക്കെ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഇത് സർ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ട് നോക്കി പഠിക്കുക. റെഡി? സെറ്റ് അല്ലേ?